വെൽക്കം ബാക്ക് ടു ഡ്രാമ ലവർ. 2023 പുറത്തിറങ്ങിയ ഡിറൈൽമെന്റ് പറഞ്ഞൊരു ചൈനീസ് ഡ്രാമയാണ്, ഓൺ ഗോയിങ് ഡ്രാമയാണ് കേട്ടോ. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പാണ്. ഒരു പാരലൽ ടൈം ട്രാവൽ ലവ് സ്റ്റോറിയാണ്. അതായത് നമ്മുടെ ലോകത്ത് നിന്ന് മറ്റൊരിടത്ത് എത്തിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഫസ്റ്റ് സീൻ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ഹീറോനെ എല്ലാവർക്കും അറിയല്ലോ. ഹീറോൻ്റെ നെയിം ലിയാനാണ് കേട്ടോ. അങ്ങനെ ലിയാൻ്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ പറയാം, എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഭയങ്കര ടെൻഷനിലാണ്. അങ്ങനെ ഹീറോ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഫ്രണ്ടിന് ആക്സിഡൻറ്റ് പറ്റിയതെന്നൊക്കെ. അവർ കോളേജിൽ ഒരു വഴക്കൊക്കെ നടന്നിട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ്. അങ്ങനെ ഡോക്ടർ ലിയാങ്ങിനോട് ഫ്രണ്ടിൻ്റെ പ്രോബ്ലമൊക്കെ പറയുകയാണ്. സർജറി ചെയ്താൽ റിസ്ക് ആണ്, ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല പറയാട്ടോ. അങ്ങനെ നമ്മുടെ ലിയാങ് ചോദിക്കും, എന്ത് ഡോക്ടർ, അവനൊരു അത്ലറ്റാണ്, എങ്ങനെയെങ്കിലും അവൻ രക്ഷിക്കുന്നൊക്കെ പറയുകയാണ്. അവൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെടുമെന്ന് പറയാട്ടോ. അങ്ങനെ ഡോക്ടറിന് ഉറപ്പില്ലായിരുന്നപ്പോൾ അവൻ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ലിയാങ് അവൻ്റെ ഫ്രണ്ടിനും കൂട്ടി ഓപ്പൺ ടെറസിലേക്ക് വരാട്ടോ. ഫ്രണ്ടിനൊന്നും അറിയില്ല കേട്ടോ, ഇങ്ങനെ അവൻ്റെ കാല് നഷ്ടപ്പെടുമോ ഒന്നും അവനക്ക് അറിയില്ല. അങ്ങനെ ലിയാങ് അവൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അച്ഛാ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അപകടം പറ്റി, ഞാനിപ്പോൾ എബ്രോഡിലേക്കില്ല, ഞാൻ അവൻ്റെ റെഡി ആയിട്ട് വരുന്നുള്ളൂ പറയാണ്. അങ്ങനെ ലിയാങ് കോള് കട്ട് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിനെ കാണുന്നില്ല, വീൽ ചെയർ മാത്രം അവിടെ ഉണ്ട്. അങ്ങനെ ലിയാങ് അവിടെയൊക്കെ തിരിഞ്ഞ് നോക്കുകയാണ്. ഫ്രണ്ടിനെ അവിടെ എവിടെ ഒരു പൊടി പോലും കാണുന്നില്ല കേട്ടോ ഫ്രണ്ടിനെ. അങ്ങനെ ഫ്രണ്ട് ഇരുന്നോടത്ത് ഒരു ഫോൺ മാത്രം കാണുന്നുണ്ട്. അപ്പോൾ അവന് നോൽക്കായി ഇതിപ്പോൾ എന്താണെന്ന് അവന് നോക്കി നിൽക്കുകയാണ്. ആ ഒരു സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് 2025. അതായത് പാരലൽ ടൈം ട്രാവൽ ലവ് സ്റ്റോറി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഡ്രാമ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അങ്ങനെ 2025 ഇതാണ് നമ്മുടെ ഹീറോയിൻ. വലിയ കമ്പനിയിലെ സിഇഒൻ്റെ മകളാണ് നമ്മുടെ ജിയാങ് ഹീറോയിൻ. അങ്ങനെ അവളെ മാനേജർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മാം നിങ്ങളെന്താ ഇപ്പോൾ ഓഫീസിലേക്ക് വരാത്തത്, ഞാൻ നിങ്ങളെ വിളിക്കാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവൾ വേഗം കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ ജിയാങ് പോകുമ്പോൾ ഒരു ഗേൾ വന്നിട്ട് അവൾ തട്ടിയിട്ടാട്ടോ. എന്നിട്ട് ഒരു സോറിയും പോലും പറയാതെ അവൾ മൈൻഡ് ചെയ്യാതെ പോവാണ്. അങ്ങനെ ഇവള് കാര്യമാക്കേണ്ടത് ചോദിച്ചിട്ട് അവളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവൾ എല്ലാവരും ചോദിക്കുക എവിടെ പോയി നിൻ്റെ പുതിയ ബോയ് ഫ്രണ്ടിനൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ അവൾ വരുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ജിയാങ്ങിന് മെസ്സേജ് അയക്കാട്ടെ ബോയ് ഫ്രണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പറയാണ്. അങ്ങനെ അവൾ പോയി നോക്കുമ്പോൾ അവന് ഭയങ്കര പാവത്തിൻ്റെ പോലെ എല്ലാം ഇങ്ങനെ ഭയങ്കര ഇതിൽ ഷോക്കിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൾ ചോദിക്കുക എന്ത് പറ്റി ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാൻ ഇതുപോലെയുള്ള പ്ലേസിലേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്, അതിൻ്റെ ഒരു പേടിയും ടെൻഷനൊക്കെ എനിക്കുണ്ട് പറയാട്ടോ. അപ്പോൾ അവൾ അത് നീ ഫുള്ളും പഠിത്തം പറഞ്ഞ് ഇരുന്നിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ വാ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുക പറഞ്ഞിട്ട് അവനും കൂട്ടി പോവാട്ടോ. സിയാങ് അവളെ ഫ്രണ്ട്സിനെയൊക്കെ അവളെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ സിയാങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന് ആ ബോയ് ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. എന്തുവരെ പഠിച്ചു, എന്താ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ പറയുക നമുക്ക് 2 അടിക്കാനായിട്ട് അവന് ഡ്രിങ്ക്സ് കൊടുക്കട്ടോ. അപ്പം അവൻ പറയുക എനിക്കിഷ്ടമല്ല, എനിക്ക് വേണ്ട പറയാട്ടോ. അങ്ങനെ നമ്മുടെ സിയാങ് പറയാണ് അവനക്ക് അലർജിയാണ്, അവന് വേണ്ട നിർബന്ധിക്കേണ്ട പറയാട്ടോ. അങ്ങനെ അവന് വീണ്ടും ജിയാങ്ങിൻ്റെ ഫ്രണ്ട് വീണ്ടും ഇങ്ങനെ പറയാണ്, ഒന്ന് കുടിച്ച് വിചാരിച്ച് എന്താവാനാണ്, കുടിക്കാറിട്ട് നിർബന്ധിക്കാട്ടോ. അപ്പം ജിയാങ് പറയാൻ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കുടിക്കാറിട്ട് അവൾ കുടിക്കുകയാണ്. അങ്ങനെ ബോയ് ഫ്രണ്ട് വാഷ്റൂമിൽ പോയപ്പോൾ ഫ്രണ്ട് പറയാണ് അവളോട്, നിനക്ക് അവനെ പറ്റി അറിയില്ല, അവൻ ഫേക്കാണ്, അവൻ നിൻ്റെ മുന്നൊന്ന് പാവം പോലെ നിൽക്കുന്നു നോക്കണ്ട, വാ നിനക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം. അങ്ങനെ ബോയ് ഫ്രണ്ട് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഗേൾ വന്നിട്ട്, ആ ഗേൾ വെച്ചാൽ ഇതിന് മുന്നേ ജിയാങ്ങിനെ തട്ടിയിട്ട് പോയല്ലോ, അവൾ തന്നെ അവനെ ഫുള്ള് ഹഗ് ചെയ്യുക, നിനക്കെന്നെ മറന്നുപോയോ, നീ എന്താ എന്നെ കോളൊന്നും എടുക്കാത്തത്, നീ എന്താ എന്നോടൊന്നും സംസാരിക്കാത്ത പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിച്ച് നിൽക്കാട്ടോ. അങ്ങനെ ഇതൊക്കെ ദൂരെ നിന്നിട്ട് ജിയാങ്ങും അവളെ ഫ്രണ്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൾ ചോദിക്കുക ഇതൊക്കെ എന്താ സംഭവം ചോദിച്ചപ്പോൾ അവൻ പറയാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല അവൻ ഇതേ ബാറിൽ ഇവളെ കൂടെ വന്നത് ഞാൻ കണ്ടതാണ്. അങ്ങനെ ജിയാങ് നോക്കുമ്പോൾ ഒരാൾ അവരെ ഫോട്ടോ എടുക്കാട്ടോ. അങ്ങനെ ജിയാങ് അവൻ്റെ അടുത്ത് പോയിട്ട് ക്യാമറ തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ബോയ് ഫ്രണ്ടിനോട് പറയാണ്, നിൻ്റെ ഫോട്ടോ എടുക്കാനാണ് നോക്കിയത്, ഈ ഒരു ഇഷ്യൂ നീ തന്നെ ഹാൻഡിൽ ചെയ്യണം. ജിയാങ് ബോയ് ഫ്രണ്ടിനും കൂട്ടി പോകാൻ നിൽക്കുമ്പോൾ ആ ഗേള് വിടുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ പറയാണ്, നിനക്കറിയില്ല ഞാനും ഇവനുള്ള ബന്ധം, നീ ഞങ്ങളെ വിട്ടാളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജിയാങ്
പറയാണ് ഇവനക്കൊരു കമ്പനിയുള്ള കാര്യം നിനക്ക് അറിയാൻ മതിയാവും, അതുകൊണ്ടല്ലേ നീ ഒരാളെ വെച്ച് ക്യാമറ ഫോട്ടോ എടുത്തിട്ട് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അത് ഇനി ഇവിടെ ഒന്നും നടക്കില്ലാറിട്ട് അവൾക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് അവനെയും കൂട്ടി പോവാണ് കേട്ടോ. ബോയ് ഫ്രണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, നീ ഇതൊന്നും കണ്ട് വിശ്വസിക്കല്ലേ, എനിക്കറിയില്ല, നീ വെറുതെ ഇതൊന്നും തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ, എനിക്കറിയില്ല എന്താ നടക്കുന്നൊക്കെ. അങ്ങനെ അവളൊന്നും പറയാതെ ഇതെൻ്റെ കാർ എടുത്തു പോവാ പറയാണ്. അപ്പോൾ അവനും ഓക്കെ സൈലൻ്റ് ആയിട്ട് അവനും പോവാണ്. അങ്ങനെ ബാക്കിൽ ജിയാങ്ങിൻ്റെ ഫ്രണ്ട് വന്നിട്ട് വീണ്ടും വന്ന് പറയാണ്, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ, അവന് പാവമൊന്നുമല്ല, നിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നു നോക്കണ്ട. സിയാങ് പറയാണ് അവൻ എന്നെ ചതിക്കൂലാന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്താ വെച്ചാൽ അവൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. അവന് എന്തെങ്കിലും ചതിച്ചാൽ അവനക്ക് തന്നെ പണി കിട്ടാൻ അവന് നല്ലോണം അറിയാം, അതുകൊണ്ട് അതൊന്നും സാധ്യതയില്ല പറഞ്ഞിട്ട് അവൾ കാറിൽ കയറി പോവാണ്. അങ്ങനെ ഹീറോയിന് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കാട്ടോ. അങ്ങനെ അവൻ പറയാണ് നീ ഇതൊന്നും കണ്ടിട്ട് വെറുതെ തെറ്റിദ്ധരിക്കല്ല, അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അവൾ ചോദിക്കുകയാണ് നിനക്ക് എന്നെ സത്യമായിട്ട് ഇഷ്ടമല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് അത് തീർച്ചയായും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കഫേയിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ അവളിട്ട് സ്കാർഫൊക്കെ ഹീറോയിന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളോട് ചോദിക്കുക എങ്ങനെ പോകുന്നു നിൻ്റെ കഫേക്ക്, നല്ല രീതിയിലല്ലേ പോകുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ് താങ്ക് യു, നീ എനിക്ക് കുറേ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തു, അത് മാത്രമല്ല നീ പറഞ്ഞ ഐഡിയ പോലെ ഞാൻ ചെയ്തു, ഇപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവൾ പറയാം എന്തിനാ താങ്ക് യു, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോന്നൊക്കെ അവളും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പറയാണ് എനിക്ക് എൻ്റെ ബിസിനസ് ബ്രാഞ്ച് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, അതുകൊണ്ട് നിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ ടീം ഞാൻ സപ്ലൈ ചെയ്യട്ടെ ചോദിക്കാം കേട്ടോ. അങ്ങനെ ഹീറോയിന് ഒന്നും ആലോചിക്കാതെ പോലെ തന്നെ അവൾ പറയാണ് യെസ്സിന് പറയാണ് അതിനെന്താ ഇന്ന് എനിക്കൊരു ടീ പാർട്ടി ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നീ തന്നെ സപ്ലൈ ചെയ്തോ പറയാണ്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയിലാണ്. അങ്ങനെ ജിയാങ്ങിൻ്റെ കമ്പനിയിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ടീ സപ്ലൈ ചെയ്യുന്നത് ജിയാങ്ങിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ പറയാണ് ടീ കുടിച്ചിട്ട് ടീ തീരെ കൊള്ളൂല, കഴിഞ്ഞത്തെ ടീ ആയിരുന്നു നല്ലത്, ഇവരെന്തിനാ ചേഞ്ച് ആക്കിയത്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ജിയാങ്ങിൻ്റെ ഫ്രണ്ട് ആകെ സാഡായിട്ടോ. അങ്ങനെ അവൾ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ജിയാങ് വരാണ്. അങ്ങനെ ജിയാങ് പറയാണ് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്ന, കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഇനി എൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും പാർട്ടി നടക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് തന്നെ ഓർഡർ തരുള്ളൂ, ഇന്നാ ഞാൻ നിനക്ക് ഓർഡർ ചെയ്തതാണ് പറഞ്ഞിട്ട് അവൾക്ക് ഒരു സ്കാർഫ് കൊടുക്കാട്ടെ. എന്താ വെച്ചാൽ നീ നേരത്തെ ഇട്ട സ്കാർഫ് തീരെ കൊള്ളൂല, ഇത് നീ ഇട്ടോ, ഞാൻ നിനക്ക് വേണ്ടി ഓർഡർ ചെയ്താന്ന് പറയാട്ടോ. അപ്പോൾ അവൾ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ ജിയാങ് ബോയ് ഫ്രണ്ടിനോ പറയാണ് ഇവളൊന്ന് കഫേയിലൊന്ന് ഡ്രോപ്പ് ചെയ്യോ, ഇത്രയും ലേറ്റ് ആയില്ലേ, നീ ഒന്ന് ആക്കി കൊടുക്കുക പറയാട്ടോ. അങ്ങനെ ഫ്രണ്ട് പറയണേ വേണ്ട ഞാൻ ടാക്സി ഒന്ന് വിളിച്ച് പൊയ്ക്കോളാം, കുഴപ്പമൊന്നുമില്ല പറയാട്ടോ. അപ്പോൾ അവൾ അതൊന്നുമില്ല ഇവൻ ആക്കി തന്നോളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ ജിയാങ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ജിയാങ്ങിൻ്റെ ഫ്രണ്ട് അവൾ കൊടുത്ത സ്കാർഫ് അവിടെ വെച്ച് മറന്നു. അപ്പോൾ അവൾ ഫ്രണ്ടിൻ്റെ കഫേയിലേക്ക് സ്കാർഫ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ജിയാങ് പോവാട്ടോ. അങ്ങനെ അവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ ജിയാങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എത്രയും നാൾ വെച്ചിട്ടാണ് ജിയാങ്ങിനെ നമ്മളിങ്ങനെ കളിപ്പിക്കുക, ഇതിനൊരു അവളോട് പറയണ്ടേന്നൊക്കെ ചോദിക്കുക കേട്ടോ. അങ്ങനെ ബോയ് ഫ്രണ്ട് പറയാം നീ കുറച്ച് കാലം കൂടി ക്ഷമിക്ക്, നമ്മളെ പുതിയ ബ്രാഞ്ച് അവളൊന്ന് സെറ്റാക്കി തരട്ടെ, എന്നിട്ട് നമുക്ക് അവളെ പറയുക, അതുവരെ അവളെ കീഴിലിങ്ങനെ നിൽക്കാൻ നമുക്ക് അറിയട്ടെ. ഇവർ രണ്ടുപേരും അവളെ ചതിക്കുകയാണ്, അത് അവൾക്ക് മനസ്സിലായിട്ടോ. ഇത്രയും ബെസ്റ്റ് ഫ്രണ്ടും ബോയ് ഫ്രണ്ടും രണ്ടാളും കൂടി ഇവളെ ചതിക്കാറുണ്ടപ്പോൾ അവൾ ആകെ എന്തോ ആയിപ്പോയി. അങ്ങനെ ജിയാങ് കുറച്ച് മാറി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വരാണ്. അങ്ങനെ ഫ്രണ്ട് ഇവളെ കണ്ടപ്പോൾ ആകെ ഷോക്കായി. നീ എപ്പോഴാ വന്നേ ചോദിക്കുമ്പോൾ അവള് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ പറയണം. അപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനമായി ഫ്രണ്ടിന്, ഇപ്പം വന്നിട്ടുള്ളൂ അല്ലേ, കുഴപ്പമൊന്നുമില്ല വിചാരിക്കുകയാണ്. അങ്ങനെ അവളോട് ചോദിക്കുകയാണ് എൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെ ആക്കിയിട്ട് പോയോ ചോദിക്കുന്നത്. അപ്പോൾ അവള് അവന് കുറേ നേരമായാലും പോയിട്ട് പറയാണ്. അങ്ങനെ ജിയാങ് പറയാണ് എല്ലാവരും എന്നെ ചതിച്ചു, ഞാൻ നിങ്ങൾക്കൊക്കെ എന്താ ചെയ്തത്, ഇത്ര ദ്രോഹം ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുക നീ എന്തൊക്കെ പറയുന്നേ, മതി നിർത്ത് അഭിനയിക്കുന്നതൊക്കെ, ഞാനെല്ലാം കണ്ടു, ഞാനെല്ലാം അറിഞ്ഞു പറയാണ് ജിയാങ്. അങ്ങനെ അവളടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയാണ് പ്ലീസ് എന്നോട് ക്ഷമിക്കും, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നിന്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് എല്ലാത്തിനും കാരണം, പ്ലീസ് എന്നോട് ക്ഷമിക്കും, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നുമില്ല, പ്ലീസ് എന്നോട് ക്ഷമിക്കുന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയാട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ജിയാങ് പറയാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കണല്ലേ, നീ ഇപ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ തിരിച്ചു വാങ്ങും വിചാരിച്ചിട്ടായിരിക്കില്ലേ, ഇനി നീ കേട്ടോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാതും എനിക്ക് തന്നെ ഇപ്പം വേണം പറയാണ്. അങ്ങനെ ജിയാങ് പോവാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ബാക്കിൽ തന്നെ അവളെ ഫ്രണ്ട് ഇങ്ങനെ ബാക്ക് തന്നെ വന്നിട്ട് ഇങ്ങനെ കെഞ്ചി പറയാം പ്ലീസ്, ഞാൻ നിന്നോട് കെഞ്ചി പറയാണ്, നീ ആ എമൗണ്ട് മാത്രം ചോദിക്കല്ലേ പ്ലീസ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവൾ പറയാണ് അല്ല നീ എന്നോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ട് ഞാൻ പിന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കണോ ചോദിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഫ്രണ്ട് പറയാണ്
നിനക്ക് ക്യാഷ് ഉണ്ട് വിചാരിച്ചിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ എൻ്റെ കഫേയിലേക്ക് ഇൻവെസ്റ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ കഫേക്ക് വേണ്ടിയിട്ട് എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രയോ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്, എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ നിന്നിട്ടുണ്ട്. അതൊന്നും നിനക്കറിയില്ലല്ലോ. അങ്ങനെ അവൾ പറയാണ്, നിനക്ക് എൻ്റെ ക്യാഷ് എല്ലാം കണ്ടിട്ടാണല്ലോ നിനക്ക് എന്നോട് അസൂയാണ്, അതുകൊണ്ടല്ലേ നീ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വരെ തട്ടിയെടുത്തത്. നീ എന്നെ ചതിച്ചു, അതുകൊണ്ട് അനുഭവിക്കാൻ റെഡിയായി നിന്നോ പറഞ്ഞിട്ട് അവൾ പോവാട്ടോ. അങ്ങനെ അവളെ ഫ്രണ്ട് കാലൊക്കെ പിടിക്കുന്നുണ്ട്, പ്ലീസ് എന്നെ വിട്ട് പോവല്ലേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സിയാങ് പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വിളിച്ച് പറയാണ്, നീ എന്നോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ ബ്രിഡ്ജിൽ നിന്ന് ചാടി മരിക്കും പറയാട്ടോ. അങ്ങനെ അവളും സിയാങ് മനസ്സ് പറയാൻ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാറിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ പോവാണ്. അങ്ങനെ സിയാങ് ആകെ സങ്കടത്തിലാണ്. ഫ്രണ്ട് ചതിച്ചു, ബോയ് ഫ്രണ്ടും ചതിച്ചു. അങ്ങനെ അവൾക്ക് കുറേ കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അവളൊരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൾ ബോയ് ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ്, നിൻ്റെ ഫ്രണ്ടിനെ കാണുന്നില്ല പറയാണ്. അങ്ങനെ അവൾ മോർണിംഗിൽ അവൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ പോയി തിരയാറുണ്ട്. അങ്ങനെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരാണ്. എന്നിട്ട് പറയാം, ഞാൻ നിന്നെ എത്രയോ മിസ് ചെയ്തു, നീ എവിടെയായിരുന്നു, ഇനി എന്താ കോൾ എടുക്കാത്തതിനെ കണ്ടിട്ട് അവന് ഒരു സോപ്പിട്ടൊക്കെ വരാണ്. അപ്പോൾ അവൾ പറയാണ്, മതി അഭിനയിച്ചത്, ഞാനെല്ലാം അറിഞ്ഞു പറയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ സിയാങ് അച്ഛനെ വിളിക്കട്ടെ. അങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ കോൾ എടുക്കുന്നില്ല. അങ്ങനെ അച്ഛന് മെസ്സേജ് അയക്കുകയാണ്, ഇതുപോലെ പ്രശ്നം നടന്നു, എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം ഫ്രണ്ടിനെ, ഞാൻ കാരണം അവൾക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്കത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ അവൾക്ക് മാനേജറിൻ്റെ കോള് വരാണ്. എന്നിട്ട് അവൾ പറയാണ്, പ്ലീസ് എന്നെ രക്ഷിക്കൂ, എൻ്റെ ഫ്രണ്ടിനെ കാണുന്നില്ല, അവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടെത്തണം പറയാട്ടോ. അപ്പം മാനേജർ പറയാണ്, അടുത്തുള്ള കഫേയിലേക്ക് വേഗം വാ പറയാട്ടോ. അങ്ങനെ അവൾ പോയി നോക്കുമ്പോൾ മാനേജറിനെ അവൾ കാണാട്ടോ. അങ്ങനെ അവൾ നിർത്താതെ ഓരോന്ന് പറയാണ്, പ്ലീസ് എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കൂ, അവളെ കാണുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പം അയാൾ പറയാണ്, മാനേജർ പറയാണ്, ഞാൻ രക്ഷിക്കാം, അതിന് മുന്നേ എനിക്ക് നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അങ്ങനെ സിയാങ്ങിനോട് മാനേജർ ചോദിക്കാണ്, നീ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്, നിനക്ക് നിന്നെ തന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ അവൾ നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ടിനെ വേഗം രക്ഷിക്കാൻ നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നതൊക്കെ അവൾ പറയാട്ടോ. അപ്പോൾ മാനേജർ പറയാണ്, നിൻ്റെ ഫ്രണ്ടിനൊക്കെ ഞാൻ രക്ഷിക്കാം, അതിന് മുന്നേ ഈ ഒരു ഫോൺ നീ കയ്യിൽ വെച്ചോ പറയാണ്. അപ്പോൾ അവൾ എനിക്കെന്തിനാ ഫോൺ, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ പറയാണ്. അപ്പോൾ അവൻ പറയാണ്, നിൻ്റെ എവിഡൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പറയാണ്. എന്നിട്ടൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് എന്താ വെച്ചാൽ ഇവൾ അച്ഛനൊരു മെസ്സേജ് അയച്ചില്ലല്ലോ, അവൾ കാരണം ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിയാൽ അവൾക്ക് വലിയ കേസാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്, അച്ഛൻ അയച്ച മെസ്സേജ് ഇവൻ്റെ കയ്യിൽ എങ്ങനെ വന്നതിന് അവളിങ്ങനെ ആലോചിച്ച് നിൽക്കട്ടോ. അപ്പം മാനേജർ പറയാണ്, ഈ ഒരു ഡിവൈസ് നിൻ്റെ കയ്യിൽ എപ്പോഴും വേണം, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, ഇപ്പോൾ നീ വീട്ടിലേക്ക് പോയിക്കോ പറയാണ്. സിയാങ് ആകെ വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ആ ഒരു ഡിവൈസിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരാണ്, 15 മിനിറ്റിനുള്ളിൽ ലൈറ്റ് ഹൗസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും പറയാണ്. അപ്പം തന്നെ മാനേജർ അവൾക്ക് കോൾ ചെയ്തിട്ട് പറയാണ്. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, എന്തായി അവളെ കണ്ടെത്തിയോ ചോദിക്കുമ്പോൾ അവൻ പറയാണ്, കണ്ടെത്തിയൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ അത് ഫോണിൽ പറയാൻ പാടില്ല, നീ 15 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തണം, നേരിട്ട് സംസാരിക്കണം പറയാണ്. അപ്പോൾ അവൾ 15 മിനിറ്റിനുള്ളിൽ എങ്ങനെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്താനാണ്, അതൊന്നും എനിക്കറിയില്ല, ഇപ്പം തന്നെ നീ ഇറങ്ങിക്കോ പറയാണ്. അങ്ങനെ അവൾ വേഗം കാറിൽ ഭയങ്കര സ്പീഡിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ സിയാങ് മാനേജറെ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ബ്രിഡ്ജിലേക്ക് വരുന്നതൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മാനേജർ പറയാം, നീ വേഗം വാ, ഇപ്പോൾ ടൈം കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ ആ ഒരു ലൈറ്റ് ഹൗസ് സിസ്റ്റത്തിൽ നിന്ന് 0 പറഞ്ഞിട്ട് കാണിക്കണം. അപ്പം തന്നെ ഒരു ട്രക്ക് വന്നിട്ട് അവളെ കാറിൽ ഇടിക്കുകയാണ്. അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആവാണ്. അപ്പോൾ ആ ഒരു ഡിവൈസിൽ നിന്ന് ഒരു മെസ്സേജ് വരാണ്, വെൽക്കം ടു ലൈറ്റ് ഹൗസ് സിസ്റ്റം, നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ലൈറ്റ് ഹൗസ് സിസ്റ്റം റെഡി ആയിട്ടുണ്ട് പറയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഹീറോനാണ്. ഹീറോൻ്റെ ഫ്രണ്ട് 2012 മിസ്സിംഗ് ആണ്. ഇത്രയും കാലവും ഹീറോ അവനങ്ങനെ തിരഞ്ഞു നടക്കായിരുന്നു, ഇതുവരെയായിട്ട് അവൻ്റെ ഒരു അഡ്രസ്സും പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ അന്ന് മിസ്സിംഗ് ആയോടത്തുനിന്ന് വീൽ ചെയറിൽ ഒരു ഡിവൈസ് കിട്ടിനല്ലോ. ഇപ്പോൾ സിയാങ്ങിൻ്റെ കയ്യിലുള്ള പോലെ തന്നെ ഒരു ഡിവൈസാണ് അവൻ്റെ കയ്യിലുള്ളത്. ആ ഒരു ഡിവൈസിൽ നിന്ന് ഒരു സിഗ്നൽ, ഒരു ലൊക്കേഷൻ വരെ കാണിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കണം, ഇത്രയും കാലം ഇതിനൊരു മെസ്സേജ് പോലും വന്നിട്ടില്ല, ഇപ്പം എന്തായിരുന്നോ വന്നിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് അവൻ ആ ലൊക്കേഷൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതുവരെയാണ് ഡിറെയിൽമെൻറ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.